ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വിലാപത്തെ ധ്യാനിക്കാം. മനുഷ്യമക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ വലിയ ത്യാഗവും നൊമ്പരവും നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു ജെറുസലേമിന് അടുത്ത് എത്തിയപ്പോൾ ആ പട്ടണത്തെ നോക്കി വിലപിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് സുവിശേഷം ധ്യാനിക്കുക. എന്താണ് കാരണമെന്നോ, ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ ജീവിക്കുന്ന ജനത ദുരിതം അവരുടെ തലയ്ക്കുമേൽ വന്നിട്ട് പോലും അവർ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ചു നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസം വരും. നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ദിവസം വരികയും ചെയ്യും. എന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ വിലാപം. മുൻകൂട്ടി എല്ലാവിധമായ രക്ഷയുടെ മാർഗവും വീണ്ടെടുപ്പിൻ്റെ കൃപയും ദൈവം നൽകിയിട്ടും അത് തിരസ്കരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തതിനാൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കിട്ടാതെ പോയി. അവർ ഞൊടിയിടയിൽ മാരകമായ പ്രതിസന്ധിയിൽ വീണുപോവുകയും ചെയ്തു. ഇത് ഇസ്രായേൽ ജനത്തിന് പറ്റിയ വലിയൊരു ദുരനുഭവമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആദ്യ വായന 1 മക്കബായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അവിടെ മത്താത്യാസ് എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ രാജകൽപ്പന അനുസരിച്ച് തിന്മ ചെയ്യുവാൻ, പിതാക്കന്മാരുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ, നിർദ്ദിഷ്ടമായവ പ്രവർത്തിക്കുവാൻ രാജാവ് പ്രേരിപ്പിച്ചപ്പോൾ അതിന് നൽകുന്ന മറുപടി നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മത്താത്യാസ് മറുപടി പറയുന്നു: രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും വിശ്വാസം ഉപേക്ഷിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് രാജാവിൻ്റെ കൽപ്പന പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ പോലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജാവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. മരണം തൻ്റെ കൺമുമ്പിലുള്ളപ്പോഴാണ് മത്താത്യാസ് എന്ന മനുഷ്യൻ ധീരതയോടുകൂടി തൻ്റെ വിശ്വാസ പ്രഖ്യാപനം രാജസദസ്സിൽ സമർപ്പിക്കുന്നത്. അദ്ദേഹം ദൈവത്തിരുമുമ്പിൽ ബലിയായി അർപ്പിക്കപ്പെടാൻ പോകുന്നു. എന്നിട്ടും വിശ്വാസം ഉപേക്ഷിക്കാതെ എല്ലാവരും ഉപേക്ഷിച്ചാലും എല്ലാവരും തിരസ്കരിച്ചാലും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഹോദരങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഇസ്രായേൽ ഇപ്രകാരം വിശ്വാസ ബലമുണ്ടായിരുന്ന അനേകരുണ്ടായിരുന്നു. ജീവരക്തം നൽകി അവർ വിശ്വാസം സംരക്ഷിക്കുകയും പിതാക്കന്മാർ വഴി ലഭിച്ച ഉടമ്പടികൾ പാലിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിൽ ഒരു കൂട്ടം ജനങ്ങൾ തിന്മയിലും പാപത്തിലും അന്ധകാരത്തിലുമായി പോയപ്പോൾ യേശു ആ ജനത്തെ ഓർത്ത് വിലപിക്കുന്നു. നാം നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. ആരും നശിക്കപ്പെടാതെ എല്ലാവരും രക്ഷപ്പെടേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനെ നമുക്കായി നൽകി. ക്രിസ്തുവിലൂടെ ഭൂമുഖത്തെ സകല ജനപദങ്ങളും എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിശ്വാസികളും അവിശ്വാസികളും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ രക്ഷണീയമായ കർമ്മത്തിൽ ഭാഗവാക്കാകാൻ നാം ജീവിതത്തിൽ ത്യാഗപൂർണം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി കാണുവാനും നാശത്തിൻ്റെ ദുരനുഭവത്തിൽ നമ്മെ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നതിന് വേണ്ട വലിയ കൃപയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.